ഇന്നൊരു ബർത്ത്ഡേ പാർട്ടിക്കായിട്ട് ഞങ്ങൾ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആരാധനുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോക്കസ് മോളിലേക്കാണ്. കോഴിക്കോടത്തെ ഫസ്റ്റ് മോളാണ് ഫോക്കസ് മോൾ. ഇവിടെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ടുള്ളത് റൂഫ് ടോപ്പിലാണ്. പ്രതിവേട്ടൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ മോൻ ആദർശിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് അവരാണെങ്കിലും അവരിവിടെ എത്തി കാണുന്നില്ല. ഇന്നത്തെ ട്രീറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ്. പാരഗൻ്റെ തന്നെ ആ സമയത്താണ് നമ്മുടെ ജപ്പാൻകാരുടെ സ്വന്തം സുഷി റോൾസ് കാണുന്നത്. അതിന്റെ കളർ കോമ്പിനേഷനും ബ്യൂട്ടിയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നോക്കി നിന്നുപോയി. അപ്പോഴേക്കും ഇതാ നമ്മുടെ ബർത്ത്ഡേ മോളും ഹസ്ബൻഡ്, അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ വീണ. ഫേസ് ഈസ് ഓൾവേസ് ലിറ്റ് അപ്പ് വിത്ത് എ സ്മൈൽ. ഞാൻ ഒരിക്കൽ ദീപുവിൻ്റെയും കിച്ചുവിൻ്റെയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അന്നാണ് ഞാൻ സുഷി ഫസ്റ്റ് ടൈം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോഴേക്കും നമ്മുടെ വീണേൻ്റെ ഫാമിലി എത്തിയിട്ടുണ്ട്. വീണയുടെ അമ്മ, ബ്രദർ വിമൽ ആൻഡ് സിസ്റ്റർ ഇൻ ലോ കവിത ആൻഡ് ദെയർ വൺ ആൻഡ് ഓൺലി സൺ സിധു. അപ്പോഴേക്കും നമ്മുടെ പട്ടാക്ക അനജിൽ എത്തിയിട്ടുണ്ട്. അനജിൽ വരുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ ഒരു എനർജി. നമ്മുടെ ആദർശന്റെ സിസ്റ്റർ ആതിരയുടെ ഹസ്ബൻഡാണ് അനജിൽ. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ അവരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഫാമിലി റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ഒരു കപ്പിളാണ് ഇവര്. ഇവരുടെ സെക്കൻഡ് സണ്ണാണ് ഇത്, തേർഡ് സണ്ണാണ്. പിന്നെ ഇവരുടെ ഫസ്റ്റ് ഡോട്ടറാണ് നമ്മുടെ ചാമിങ് ലച്ചു. എല്ലാ ഫംഗ്ഷനും ലേറ്റ് ആയി വരുന്ന ഒരു റെക്കോർഡ് കൂടി ഉണ്ട് അനജിലിന്. ഞങ്ങളുടെ ഫാമിലിയിൽ 2 ആതിരുള്ളതുകൊണ്ട് കുട്ടാപ്പന്റെ വൈഫിനെ ഞങ്ങൾ ആദിന്ന് വിളിക്കുന്നു. അങ്ങനെ എല്ലാവരും സീറ്റഡ് ആണ്. ഇനി നമ്മുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിലേക്കാണ്. ക്യാൻഡിൽ ഏതായാലും ഊതിക്കെടുത്തണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അത് ചെയ്തില്ല. അതിൻ്റെ ഇടയിലായിട്ട് ആദർശ് കുറച്ച് ക്രീം സഡൻലി നിയയുടെ ടീഷർട്ടിലാക്കി. പെട്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല കേട്ടോ. അറിയാതെ വീണ പോലെ തോന്നിയിട്ടില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്ത മാതിരിയാണ് പിന്നീട് തോന്നിയത്. ഈ വീഡിയോ ആദർശ് കാണുന്നുണ്ടെങ്കിൽ നിന്റെ ആക്ടിങ് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു സജഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അവര് നിയയുടെ ടീഷർട്ട് മാറ്റി വരാമെന്നൊക്കെ പറഞ്ഞ് അവര് ഡ്രസ് ചേഞ്ചിങ് റൂമിലേക്ക് പോയി. ആ സമയത്ത് ഞങ്ങൾ മെനുവിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരും അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ആദർശ് അവിടെ വന്നിട്ട് എല്ലാവരെയും അറ്റൻഷൻ അങ്ങോട്ടാക്കാനും വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ സമയത്താണ് നമ്മുടെ വിമൽ വൺസ് അഗെയിൻ മാമനാവാൻ പോവുകയാണ്. പെട്ടെന്ന് ആർക്കും അത് മനസ്സിലായില്ല കേട്ടോ. ദൂരത്തായതുകൊണ്ട് ടീഷർട്ടിലുള്ള ശരിക്കും വായിക്കാൻ പറ്റിയില്ല. വീണ മാ പന്യ വലി ഹേ, നീ ചേച്ചി എന്ന് വിളിക്കാൻ ആള് വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ആർക്കൊക്കെ അറിയായിരുന്നു, ആർക്കൊക്കെ അറിയാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എനിവേ ഇറ്റ് വാസ് അമേസിങ്. ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ട്രീറ്റ് സ്റ്റാർട്ടായി, ഫുഡിലേക്ക് കടന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടേഴ്സിൽ നിന്ന് തുടങ്ങി സൂപ്പും സ്റ്റാർട്ടേഴ്സും പിന്നെ അങ്ങനെ മെയിൻ കോഴ്സിലേക്കൊക്കെ എത്തി. അങ്ങനെ ഒരു നല്ലൊരു ടൈം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തു. അപ്പോൾ അതിൽ കുറച്ച് ഡിഷസൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. പാരഗൺ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, പാരഗൺ ഹാസ് അച്ചീവ്ഡ് ഗ്ലോബൽ റെക്കഗ്നിഷൻ ഫോർ ഇറ്റ്സ് ഓത്തൻറ്റിക് മലബാർ ക്വിസീൻ. ഇതിൻ്റെ മുമ്പ് പല തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഓരോ തവണയും ആ ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. വീണയുടെ ഫാമിലിയും എപ്പോഴും അവർ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ്. ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് സെർവിങ്ങും കുക്കിങ്ങും എല്ലാമാണ് അവരുടെ ഭാഗത്തുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഈ ഒരു ട്രീറ്റ് രണ്ടാമത്തെ കാര്യത്തിനും കൂടി ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും ഹാപ്പിയായി. നമ്മുടെ ഫാമിലിയിലേക്ക് ഇനി ഒരു പുതിയ മെമ്പറും കൂടി വരാനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് മുതൽക്ക് വെയിറ്റിംഗ് ആണ്. കൺഗ്രാറ്റ്സ് ബോത്ത് ഓഫ് യു, ആദർശ് ആൻഡ് വീണ.
നമ്മൾ കോഴിക്കോട്ടുകാർക്കും നമ്മളിവിടെ വരുന്ന ഓരോ വിസിറ്റേഴ്സിനും നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പേര് എപ്പോഴും പേരഗൺ തന്നെയായിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡ്. ഇവിടെ എല്ലാവരും ഫുൾ ബിസി ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ വീണ് കിട്ടുന്ന നിമിഷങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. അപ്പോൾ ഈ ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഒരു എനർജി കിട്ടുന്നത്. ബാക്കി ഉള്ള ദിവസങ്ങൾക്ക് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള എനർജി കിട്ടുന്നത്. നമുക്കിങ്ങനെ നമ്മുടെ ഡെസേർട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെലിബ്രേഷനൊക്കെ അവസാനിച്ചു. ഇതാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? അതിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം നമുക്ക് കമൻറ്റിലായിട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്സും ഒരുപാട് വാല്യുബിൾ ആണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേര് സജഷൻസ് ഒക്കെ എന്നോട് നേരിട്ട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അത് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുമായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ ഫാമിലി മെമ്പേഴ്സ് ഇൻക്രീസ് ആയി വരാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിരിയുന്നത്. ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയൊരു മുഖമുണ്ട്. അത് വീണയുടെ അച്ഛനാണ്. അച്ഛൻ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളും കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ വീണയുടെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത അറിയുന്ന സമയത്ത് നമുക്ക് അവരെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. Thanks for tuning in. Don't forget to like, subscribe and press the bell button.